കുളിർപ്പിച്ച ബ്രഹ്മശ്രീ രാജേന്ദ്രൻ മാടമൻ അദ്ദേഹത്തെ ദക്ഷിണ സ്വീകരിക്കാൻ പാരായണവും പ്രഭാഷണവും നടത്തി പുതിയിടം അടുത്തതായിട്ടുള്ളത് ഹരികൃഷ്ണൻ നമ്പൂതിരി, നമ്മുടെ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ഹരികൃഷ്ണൻ നമ്പൂതിരി ആദരപൂർവ്വം ദക്ഷിണ നൽകുകയാണ്. യജ്ഞവേദിയിലെ ഒരുക്കങ്ങൾക്കെല്ലാം പിന്നണിയിൽ നമുക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു തന്ന കൃഷ്ണൻ നമ്പൂതിരി. ശ്രീ പുരുഷമാമ്പ കഴിഞ്ഞ 7 ദിവസം നമ്മൾ ഒരു കുറ്റവും പറയാൻ പറ്റാത്ത രുചികരമായ വിഭവങ്ങൾ ഒരുക്കിയ പ്രശാന്തേട്ടൻ, അദ്ദേഹം ഇവിടെ രുക്മിണി സ്വയംവര ഘോഷയാത്രയ്ക്ക് എത്തിയപ്പോൾ നൃത്തം വെച്ച് നമ്മൾ കണ്ടതാണ്. ആദരപൂർവ്വം ദക്ഷിണ നൽകുകയാണ്. പാചകശാലയിൽ അവിടെ ഇന്നിവിടെ കഴിഞ്ഞ് നമുക്ക് വേണ്ടി എത്രയോ ദിവസം ഇവിടെ അധ്വാനിക്കുകയായിരുന്നു. അവർ ചെയ്ത അധ്വാനം നമ്മളതിലെ പാചകശാലയിൽ കണ്ടതാണ്. സംഘാടക സമിതിയിൽ നിന്ന് ദക്ഷിണ സ്വീകരിക്കും. ഇവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന നമ്മുടെ വാര്യരും അതോടൊപ്പം മേൽശാന്തി ബ്രഹ്മശ്രീ രജീഷ് നമ്പൂതിരിയും ആദ്യം തന്നെ ദക്ഷിണ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. കഥക്കനുസരിച്ച്, കഥാസന്ദർഭത്തിനനുസരിച്ച്, ഓരോ ദേവൻ ഭാവത്തിനനുസരിച്ച് വേദിയിൽ ദിനം പ്രതി മാറ്റം വരികയായിരുന്നു. ആ മാറ്റങ്ങൾക്കൊക്കെ നമ്മൾ ദൃക്സാക്ഷികളായതാണ്. ഭക്തിനിർഭരമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ ഈ ബഹുമാന്യരായ രണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 2024 ഡിസംബർ 31 തുടങ്ങി ഇന്ന് ജനുവരി 7-ാം തീയതി ഇവിടെ സമാപിക്കുകയാണ്. എന്ന് ചാക്യാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിവിടെ അതിൻ്റെ 10 മടങ്ങ് ഭക്തി നിർഭരമായ അവസ്ഥയിൽ നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞു. പക്ഷെ ഒന്നുണ്ട്, മായ എന്തെന്ന് മനസ്സിലാക്കാൻ പോയ നാരദരുടെ അവസ്ഥ നമുക്കുമുണ്ട്. ആ മായയിൽ നിന്ന് മാറി യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നമുക്ക് കഴിയുമാറാകട്ടെ. ആ കഥാസാരം ആചാര്യൻ്റെ വാക്കുകളിലൂടെ നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞതാണ്. നമ്മൾ മനസ്സ് നിറഞ്ഞ സർവപാപ വിനാശകരമായ നാമസങ്കീർത്തനം കൊണ്ട് അനുഗ്രഹീതമായ അന്തരീക്ഷത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഭഗവത് നാമമുഖരിതമായ 7 ദിനങ്ങൾ, ചില തിരിച്ചറിവുകൾ, സർവോപരി മനസ്സിൽ ഭക്തിഭാവത്തിൻ്റെ നിറവ്. ഈ സപ്താഹവേദി സമർപ്പണം മുതൽ ഇന്ന് ഈ ഘട്ടം വരെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും സംഘാടക സമിതി നന്ദി രേഖപ്പെടുത്തുകയാണ്. ക്ഷേത്രത്തിൽ നിന്ന് കെടാവിളക്ക് എഴുന്നള്ളിച്ചു. കെടാവിളക്ക് എഴുന്നള്ളിക്കാൻ അവിടെ മേൽശാന്തിയും കൂട്ടരും വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തിരുന്നു.
അതുമുതൽ ഇവിടെ എത്തിയത് വരെയുള്ള ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്ക് പ്രത്യേകം തുടക്കം തന്നെ നന്ദി പറയും. ഇവിടെ അതിനുശേഷം സപ്താഹവേദി സമർപ്പണമാണ് നടന്നത്. സ്വാമിനി ശിവാനന്ദപുരി കുളത്തൂർ അദ്വൈതാശ്രമം അത് അതിൻ്റേതായ അർത്ഥം ഉൾക്കൊണ്ട് മനോഹരമായി ആ ചടങ്ങ് നിർവഹിക്കുകയുണ്ടായി. അവർക്ക് ഭഗവത് നാമത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നമ്മൾ ആദ്യമായി സ്മരിക്കേണ്ടത്, ആദ്യമായി ഇവിടെ പരാമർശിക്കേണ്ടത് യജ്ഞാചാര്യനെ തന്നെയാണ്. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ഹരികൃഷ്ണൻ നമ്പൂതിരിപ്പാട്. ഈ രണ്ടാം തവണയിൽ നമുക്കിവിടെ വന്ന് ഭഗവത് കഥകൾ മനോഹരമായി പറഞ്ഞു തന്ന ആചാര്യന് സർവ്വാദരങ്ങളോടും കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ശ്രീമദ് ഭാഗവത പാരായണം അതാണ് ഇതിൻ്റെ മുഖ്യ ഭാഗം എന്ന് ആചാര്യൻ തന്നെ പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം. ബ്രഹ്മശ്രീ രാജേന്ദ്രൻ മടമന, അതുപോലെ ബ്രഹ്മശ്രീ പ്രശാന്ത് കുമാർ പുതിയടക്കം രണ്ടുപേരും നമുക്ക് എവിടെ കണ്ടാലും very സുപരിചിതരാണ്. രാജേന്ദ്രൻ മാഷയ്ക്ക് പണ്ട് അറിയാൻ നമ്മൾ ചോദിച്ചിട്ടില്ല. പിന്നെ എവിടെ കണ്ടാലും അറിയുന്ന ആ ആദരവ് അത് ഭക്തിയുടെ പേരിലാണ് എന്നുകൂടി പറയുമ്പോൾ വളരെ സന്തോഷം. വളരെ മനോഹരമായിരുന്നു വായനയും ഇടയ്ക്കുള്ള പ്രഭാഷണം. നന്ദി രേഖപ്പെടുത്തുന്നു. കുചേലവൃത്തം ആവിഷ്കാരം നിർവഹിച്ച കടമ്പൂർ യോഗീശ്വര മഠം ടീം അതൊരു നല്ല അനുഭവമായിരുന്നു അല്ലേ? അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു